ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പുളിശ്ശേരിയാണ്. അത് പൈനാപ്പിൾ കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് ഭാഗമാണ് കേട്ടോ ആവശ്യമുള്ളൂ. അതൊക്കെ നല്ലപോലെ തൊണ്ടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ളൊരു ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, അതും കൂടി കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങളുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിളിലേക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവറും അതുപോലെ ഉപ്പും ഒക്കെ നല്ല പോലെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് വേവിക്കാനായി വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഇത് പാകത്തിനായി കിട്ടാൻ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരല്പം ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് പൈനാപ്പിളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് കട്ട തൈരാണ് കേട്ടോ. നല്ല പോലെ ഒന്ന് ഉടച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിളിന് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ തൈര് ഒത്തിരി പുളിയുള്ളതാവാൻ പാടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ ഒന്ന് സെറ്റായി വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വറവ് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ പുളിശ്ശേരിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉലുവ വേണം കേട്ടോ. അപ്പോൾ നമ്മളധികം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറിയുള്ളി കട്ട് ചെയ്തതും ഒരല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് മധുരം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പൈനാപ്പിളിന് അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത്. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.